ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒന്ന് ചാടി കാണിച്ചു തരുമോ? ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ പിക്ടണിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ബ്ലെനിം ലക്ഷ്യമാക്കി പോവുകയാണ്. ഫെറി കയറി ഇറങ്ങി ഏകദേശം 4-4.25 മണിക്കൂറോളം ഉള്ള യാത്രയായിരുന്നു ഫെറിയിൽ. പിള്ളേരൊക്കെ എല്ലാവരും കുറേ പേരൊക്കെ ഇരുന്ന് തുടങ്ങി. അപ്പോൾ ഫെറി കയറി ഇറങ്ങി കഴിയുമ്പോൾ ഉള്ള അതിരാവിലെയുള്ള കാഴ്ചയാണ് കേട്ടോ. മൊത്തം ഫോഗ് പിടിച്ചതേ, നല്ല മഞ്ഞ്, അടിപൊളി വ്യൂ ആണ്. പിക്ടണിൽ ഫെറി ഇറങ്ങിയിട്ട് ബ്ലെനിമിലേക്കുള്ള യാത്രയാണിത്. ഞങ്ങൾ ബ്ലെനിമിൽ വന്ന് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ റെസ്റ്റ് ചെയ്തിട്ടാണ് പോരുന്നത്. പിള്ളേരെല്ലാം നല്ല ആക്റ്റീവായി രാവിലെ. ഇനി നമ്മൾ ബ്ലെനിമിൽ നിന്ന് നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് റൂട്ടാണ് പോകുന്നത്. ഇത് കണ്ടോ, രാവിലെ ആയതുകൊണ്ട് അധികം ട്രാഫിക്കൊന്നുമില്ല, നല്ല വെതറുമായിരുന്നു. ബ്ലെനിമിന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സോളാർ പാടം ഇവിടെ കാണാം. സോളാർ പാടം കഴിയുമ്പോൾ തന്നെ പിന്നെയുള്ളത് മുന്തിരി ഫാമാണ്. ഈ കാണുന്ന എല്ലാം മുന്തിരി ഫാമാണ്. ബ്ലെനിം കടന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, നമുക്ക് നല്ല രീതിയിലുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാം. അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ അധികം ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് കണ്ടോ, വലിയ കുന്നുകളും അതിനിടയിലൂടെയുള്ള ഈ വണ്ടി ഓടിയിലും എല്ലാം നല്ല രസകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ കുറച്ച് തിരക്കുള്ള റോഡിലേക്ക് വരികയാണ്. എങ്കിലും ഞാൻ ആ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് അതിമനോഹരമായ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൻ്റെ ഒരു വീഡിയോ ആണിത്. ഈ മൊട്ടക്കുന്നിലെല്ലാം ഇന്നിപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ്, സമ്മർ അല്ല എങ്കിൽ ഇത് ഫുള്ള് പച്ചപ്പാണ്. ഇതിൽ മെയ്യുന്ന പശുക്കളെയൊക്കെ നമുക്ക് കാണാം. വിൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ഈ മൊട്ടക്കുന്നിലെല്ലാം ഐസ് വീണ് ഫുൾ ഐസായിരിക്കും. അപ്പോൾ കാണാൻ നല്ല രസമാണ് ഇച്ചിരൂടെ. ഇത് കണ്ടോ, നല്ല വ്യൂ, നല്ല രീതിയിൽ ലോങ് സൈറ്റ് വ്യൂവിൽ നമുക്ക് പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര 100 കിലോമീറ്റർ സ്പീഡിലുള്ള സോണാണ്. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പതുക്കെ നമുക്ക് ഈ വീഡിയോ എല്ലാം എടുത്ത് നമുക്ക് പോകാമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബ്ലെനിമിൽ നിന്നും ക്രൈസ്റ്റ് ചർച്ച് പോകുന്ന റൂട്ടിലുള്ള ഒരു ഉപ്പുപാടമാണ്. ഇവിടെ വെള്ള നിറത്തിലുള്ള ഉപ്പും പിങ്ക് നിറത്തിലുള്ള ഉപ്പും ഇവിടെ അവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പളം കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര നീങ്ങുമ്പോൾ അവിടുന്ന് പിന്നെയുള്ളത് കടൽ തീരത്തോടെയുള്ള യാത്രയാണ്. കടൽ തീരത്തുകൂടി വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഹൈവേയിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. അതിമനോഹരമായ മറ്റു കാഴ്ചകളുമായിട്ടാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ന്യൂസിലൻഡ് സ്റ്റേറ്റ് ഹൈവേ 1 ആണ്. 1-ൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണിത് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിന്ന് ഒഹോ ലുക്കൗട്ട് പോയിന്റിലാണ്. ഇത് കണ്ടോ, ഈ പോയിന്റിൽ ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് സീല് കിടക്കണ കാണാം. ഇഷ്ടം പോലെ സീൽ ഇവിടെ ഈ കല്ലിൻ്റെ മുകളിലുണ്ട്. ഇത് കണ്ടോ, സീല് കിടക്കണോ, സീല് വലിയ സീലാണ് കേട്ടോ. സൗത്ത് അയർലൻഡ് വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇറങ്ങേണ്ട ഒരു സ്ഥലമാണിത്. ഒരു സീല അതിൻ്റെ കുഞ്ഞുമായിട്ട് നിൽക്കുന്നതാണ്. സീൽ വാച്ച് ഏരിയ ആണിത് മെയിനായിട്ട്. ഉണ്ടോ, ആ വെള്ളത്തിൽ സീലുകൾ നീന്തി കുളിക്കണുണ്ടോ. വളരെ സീല് കണ്ടോ, സീല് ഇവിടെ ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. ഇത് നോക്കിയാൽ നിറച്ച് സീല്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ.
കേട്ടോ ഒരമ്മ സീല് അതിൻ്റെ കൊച്ചിന് പാല് കൊടുക്കുന്നുണ്ടോ? മില സീലിനെ കണ്ടോ? ഏ ഏ ഇല്ല മിക്കു സീലിനെ കണ്ടോ? ഇത് നോക്കി. ഞാൻ നിൽക്കുന്ന സ്ഥലം ഒന്ന് ചുറ്റി കാണിച്ചു തരാം അതല്ലോ. ഇവിടെയാണ് ആ സീല് കിടക്കുന്ന പാറക്കെട്ട്. സീലും സീലിൻ്റെ കുഞ്ഞുങ്ങളും ആട്ടോ അത് അപ്പടി ഇത്. കല്ലിലൊക്കെ കിടക്കാൻ ഇതുണ്ട് അമ്മയും കുഞ്ഞുങ്ങളും. എന്നാ സൈസ് സാധനം. ഓഹോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒന്ന് ചാടിക്കാണിച്ചു തരുവാണ്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള സീലാണ്. അതൊക്കെ പ്രത്യേക രീതിയിലുള്ള സൗണ്ടൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. വെള്ളത്തിൽ സൗത്ത് ഐലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സീൽ വാച്ചിങ് ഏരിയ ആണിത്. ചുറ്റം വഴി വരുന്ന ആൾക്കാരും ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരും ഒത്തിരി പേരുണ്ട് കേട്ടോ.
സ്റ്റീൽ വാച്ച് എന്നിടയ്ക്ക് മെലിനും മിക്കാലെയും ഒരു PGനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതിനുശേഷം മിലൻ പറഞ്ഞു മിലൻ ഒരു ഡാൻസ് കളിക്കാനുള്ള മൂഡിലാണ്. അങ്ങനെ മിലൻ ഏതാനും സ്റ്റെപ്പുകളൊക്കെ വെച്ച് ഒരു ഡാൻസ് കളിച്ചു. അപ്പോൾ ആ ഡാൻസിൻ്റെ പാട്ടിപ്പോൾ കോപ്പിറൈറ്റിൻ്റെ വിഷയമുള്ളതുകൊണ്ട് ചേർക്കാൻ പറ്റുന്നില്ല. അത് പിന്നീട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒഹോ ലുക്കൗട്ട് ഏരിയയിലുള്ള സ്റ്റീൽ വാച്ച് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു പോയിന്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇനി കൈക്കൂറ ടു ക്രൈസ്റ്റ് ചർച്ച് റൂട്ടാണ് ഞങ്ങളുടെ അടുത്ത പോയിന്റ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മിലൻ അതിനിടയ്ക്ക് ഒരു ഡാൻസ് ഒക്കെ കളിച്ചു. ഇഷ്ടപ്പെട്ടോ? വീഡിയോയുടെ ലെങ്ത് കൂടിയതിനാൽ തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനിയും മനോഹരമായ കാഴ്ചകളുമായിട്ട് ഉടൻ കാണാം. നമസ്കാരം. ആപ്പിച്ച ഡാൻസോ അത് നമുക്ക് പിന്നെ കളിക്കാം.